ലുക്മാൻ നിസ്കാരത്തിലാണ്. പെട്ടെന്നാണ് ആ നിലവിളി ശബ്ദം കാതുകളിൽ മുഴങ്ങിയത്. ഓടിവരൂ ലുക്മാനെ, ഓടിവരൂ, നിന്റെ ആടിനെ സിംഹം പിടിക്കുന്നു. നിസ്കാരത്തിൽ നിന്നും പെട്ടെന്ന് സലാം വീട്ടി. ലുക്മാൻ ചുറ്റിലും നോക്കി. ആ ശബ്ദം കേട്ട സ്ഥലം ലക്ഷ്യമാക്കി ഓടാൻ തുടങ്ങി. നിലവിളി കേട്ട ആ സ്ഥലത്തെത്തിയപ്പോൾ അവിടെ കണ്ട കാഴ്ച അതിദാരുണമാണ്. ഭയാനകമായ ആ കാഴ്ച കണ്ട് ലുക്മാന് സഹിക്കാൻ കഴിഞ്ഞില്ല. കരുത്തനായ ഒരു സിംഹം ആടുകളിൽ നിന്നും ഒന്നിനെ കടിച്ച് പറിക്കുകയാണ്. വേദനയിൽ ആട് പിടയുകയാണ്. ദയനീയമായി അത് അലറി വിളിക്കുന്നു. വേദനയിൽ വിറങ്ങലിച്ച ആടിനെ കണ്ടപ്പോൾ ലുക്മാന് സങ്കടവും അമർഷവും ഒരുമിച്ച് വന്നു. പിന്നെ ഒരു നിമിഷം പോലും പാഴാക്കിയില്ല. ലുക്മാൻ ധൈര്യം സംഭരിച്ചു. താഴേക്ക് കുനിഞ്ഞു ഒരു കല്ലെടുത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഹൃദയം നിറച്ച് നാവുകൊണ്ട് ഉച്ചരിച്ചു. ആ കല്ല് സിംഹത്തെ ലക്ഷ്യമാക്കി എറിഞ്ഞു. വില്ലിൽ നിന്നും അമ്പ് തൊടുത്തതുപോലെ കൂർത്തുമൂർത്ത ഒരു ശരം കണക്കെ അത് സിംഹത്തിന്റെ നെഞ്ചിൽ പതിച്ചു. അത്ഭുതം! ആ മൃഗരാജന്റെ നെഞ്ച് പിളർന്നു. ഭീകരമായൊരു ആർത്തനാദം. ആ പ്രഹരം അത്ര ശക്തമായിരുന്നു. ഒരു വൻമരം കടപുഴകി വീഴുന്ന പ്രതീതി. ആ കരുത്തനായ സിംഹം നിലംപതിച്ചു. കണ്ടുനിന്നവർ അത്ഭുതത്തോടെ പരസ്പരം നോക്കി. പിന്നെ ഒരു നിശബ്ദത. എല്ലാം ശാന്തമായി. ഒരു കൊടും കാറ്റും പേമാരിയും കഴിഞ്ഞ പ്രതീതി. അത്ഭുതത്തോടെ, അതിലേറെ ഭയത്തോടെ അകലെ മാറി നിന്നു കുട്ടികൾ ഇതെല്ലാം വീക്ഷിക്കുന്നുണ്ടായിരുന്നു. കരുത്തനായ സിംഹം നെഞ്ചു പിളർന്നു പിടഞ്ഞു വീണു. നിശ്ചലമായത് കണ്ടപ്പോൾ കുട്ടികൾക്ക് ധൈര്യം തിരിച്ചു കിട്ടി. അത്ഭുതത്തോടെ അവർ ആട്ടിൻകുഞ്ഞിന്റെ അരികിലേക്ക് ഓടി അടുത്തു. അതിദയനീയമായ കാഴ്ച. ആട് വേദനയിൽ പിടയുകയാണ്. രക്തം വാർന്നൊലിക്കുന്നു. കഴുത്ത് മുറിഞ്ഞ് തൂങ്ങിയിരിക്കുന്നു. ലുക്മാൻ അല്പം പോലും സംശയിച്ചു നിന്നില്ല. വേഗം നേരെ ഉൾക്കാട്ടിലേക്കോടി. അവിടെ നിന്നും ചില പച്ചിലകൾ ശ്രദ്ധാപൂർവം ധൃതിയിൽ ശേഖരിച്ചു. പെട്ടെന്ന് തന്നെ ഉൾക്കാട്ടിൽ നിന്നും തിരിച്ചെത്തി. കൊണ്ടുവന്ന പച്ചിലകൾ ലുക്മാൻ തന്നെ അടുത്തുകിടന്ന ഒരു കല്ലിൽ വെച്ച് മറ്റൊരു കല്ലുകൊണ്ട് ചതച്ചരച്ചു. അതിൽ നിന്നും നീരെടുത്തു.
ആ പച്ചിലച്ചാറ് ആടിന്റെ മുറിവിൽ പുരട്ടി. അത്ഭുതം, രക്തസ്രാവം നിൽക്കുന്നു. മുറിവ് കൂടി. ആട്ടിൻകുട്ടി പതിയെ തല ഉയർത്തി ചുറ്റിലും നോക്കി. ഒന്നും സംഭവിക്കാത്തതുപോലെ ആട്ടിൻകുട്ടി എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി. ഇതെന്തത്ഭുതമാണ് ഇവിടെ സംഭവിക്കുന്നത്? കുട്ടികളെല്ലാം ആശ്ചര്യത്തോടെ ലുക്മാന്റെ ചുറ്റിലും വളഞ്ഞു. ഈ അത്ഭുതങ്ങൾ ഇവിടെ എങ്ങനെ സംഭവിച്ചു? ലുക്മാന് ഗുരുവിൽ നിന്നും ലഭിച്ച വിദ്യയുടെ ഫലങ്ങൾ തന്നെ. അതെ, ആ ബാലൻ 7 വയസ്സായപ്പോൾ തന്നെ അന്നത്തെ വേദഗ്രന്ഥമായ തൗറാത്ത് മുഴുവൻ മനഃപ്പാഠമാക്കിയിരുന്നു. ഗുരു പകർന്നു കൊടുത്ത ചികിത്സാ മുറകൾ ഒന്നൊഴിയാതെ മനസ്സിലാക്കിയിരുന്നു. മാതാപിതാക്കളെയും ഗുരുനാഥനെയും ബഹുമാനിക്കുകയും അവർക്ക് വേണ്ട പരിചരണങ്ങൾ ചെയ്തു കൊടുക്കുകയും അവരുടെ സ്നേഹം സമ്പാദിക്കുകയും സർവശക്തന് ആരാധനകൾ അർപ്പിക്കുകയും ചെയ്ത് ആത്മീയ അനുഭൂതിയിൽ ലുക്മാന്റെ ജീവിതം സന്തോഷത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനിടയിൽ അള്ളാഹുവിന്റെ പരീക്ഷണം. 2 വലിയ നൊമ്പരങ്ങൾ ലുക്മാനെ പിടികൂടുന്നു. അത് ഇങ്ങനെയായിരുന്നു. തുടർന്നു കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യുക. അതേക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുക. വീണ്ടും കാണാം.